ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഇറാൻ അയക്കുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്ത എണ്ണം മിസൈലുകളാണ്. ഒരേ സമയത്ത് തന്നെ 10, 20, 30, 40 മിസൈലുകളൊക്കെയാണ് അയക്കുന്നത്. കാരണം ഇറാന് നന്നായിട്ടറിയാം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ വീക്കാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിനെ വീക്കാക്കാൻ കഴിയുമെന്ന ഒരു കണക്കൂട്ടലായിരുന്നിരിക്കണം ഇറാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇറാൻ ഒരുപാട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട്. കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അങ്ങനെയായിരുന്നു. ഒരുപാട് നാശനഷ്ടം പറ്റിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് ഇറാന്റെ ഒരു ആണവ കേന്ദ്രം മാത്രമാണ്. അത് തകർക്കാൻ നിലവിൽ ഇസ്രായേലിന്റെ ആയുധങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടുന്നത്. ഭൂഗർഭ അറയിലുള്ള ഈ ഒരു ആണവ പരീക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് തകർക്കണമെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ബോംബുകൾക്കേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് അമേരിക്കൻ സഹായം ഇസ്രായേലിന് ആവശ്യമാണ്. എന്നാൽ അതേ സമയത്ത് ബാക്കി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ്, അവരുടെ മിലിറ്ററി ബേസുകൾ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ മിലിറ്ററി ഹെഡുകൾ, ഒരുപാട് മിലിറ്ററി ഹെഡിനെ കൊല്ലാനായിട്ട് പറ്റി. അതുപോലെ ആയത്തുള്ള ഖമേനിയുടെ വലങ്കയും ഇടങ്കയുമായിട്ട് നിന്ന ഒത്തിരി പേരെ വധിക്കാൻ പറ്റി. അങ്ങനെ വലിയ നേട്ടങ്ങൾ ഇസ്രായേലിന് ഇറാനുമേൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ഇസ്രായേൽ നേരിടുന്ന ഒരു പ്രശ്നം, ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് തലവേദനയായിട്ട് മാറുകയാണ്. ഇപ്പൊ ഭയാനകമായിട്ട് ഇസ്രായേൽ മൊത്തം അങ്ങ് കത്തിച്ചു കളഞ്ഞു എന്നൊന്നും നമുക്ക് പറയാനില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഒരുപാട് നഗരങ്ങളിലും പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലും മൊസാദിന്റെ പോലും ഒരു കേന്ദ്രത്തിലൊക്കെ ആക്രമണം നടത്തുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നത് വളരെ ആശങ്കയോടെ തന്നെയാണ് ഇസ്രായേലും കാണുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ആയുധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കുറവ്. ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനും പരിമിതികളുണ്ട്. നമ്മളിപ്പോൾ ഇസ്രായേൽ ഭയങ്കര പവർഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ വളരെ ചെറുതാണ്. 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള വലിപ്പത്തിൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പൊ അവരുടെ രാജ്യത്തിന് ആവശ്യമായ കണക്കിനുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ ഇത്രയും മിസൈലുകൾ ആക്രമണം നടത്തുമെന്നും ആ മിസൈൽ ആക്രമണങ്ങളിൽ ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ കരുതിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇപ്പോൾ സത്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന ആയുധങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് നിർമ്മിച്ച ബരാക്ക് 8 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നത്. അമേരിക്കൻ സിസ്റ്റമായിട്ടുള്ള ആരോ 2, 3 ഒക്കെ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്ന സിസ്റ്റംസ് ആയി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇറാന്റെ ആക്രമണങ്ങളെ കുറെയൊക്കെ പ്രതിരോധിക്കുന്നതിൽ ഇവർ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ആരോ എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കുറെ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ കാരണം പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഉണ്ടാവുന്ന ആക്രമണങ്ങൾ തടയുന്നതിന് ഇതിന് കഴിയാതെ പോകുന്നുമുണ്ട്. ഈ ബരാക്ക് 8 എന്ന് പറയുന്നത് കുറച്ചുനാൾ മുമ്പ് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് കണ്ടുപിടിച്ചതാണ്. അതിന്റെ പ്രൊഡക്ഷനൊക്കെ ലിമിറ്റഡ് ആണ്. ഒരുപാട് മാസ് പ്രൊഡക്ഷൻ നടത്താനെന്നുള്ള ഒരു സമയമൊന്നും കിട്ടിയിട്ടുമില്ല. എന്നാൽ ഇസ്രായേൽ പരമ്പരാഗതമായി വിശ്വസിച്ചു വെച്ചിരുന്ന ഈ അയൺ ഡോം പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസും ആരോ പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസും ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 10 ദിവസത്തിന് മേലെ ഇസ്രായേലിന് പ്രതിരോധം നൽകാൻ അല്ലെങ്കിൽ അതിന്റെ ആകാശത്തെ സംരക്ഷിക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് കഴിയില്ല. പിന്നെ വരുന്ന ഇറാന്റെ മിസൈലുകളെ എങ്ങനെ നേരിടും? യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കണക്കൂട്ടൽ ഇപ്പോൾ ഉണ്ട്. ഹൈ വാല്യൂ അസറ്റ്സ് വളരെയധികം നഷ്ടപ്പെടുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പൊ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പൊ ഇസ്രായേൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇറാനെതിരെ നിലവിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിലും താഡ്, പാട്രിയറ്റ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നൽകി അമേരിക്ക പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതും വേണ്ടത്ര തികയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇറാന്റെ യുദ്ധതന്ത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ കാണേണ്ടത്. ഇറാന് നന്നായിട്ടറിയാം ഇസ്രായേൽ ഇറാനേക്കാൾ വളരെ വളരെ പവർഫുൾ ആണ്. ടെക്നോളജി പരമായിട്ടും ആയുധ ശേഷി കൊണ്ടുമൊക്കെ ഇസ്രായേൽ പവർഫുൾ ആണ്. ബ്രൂസ്ലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, ഒരു ദിവസം 10,000 കിക്ക് ഒരു തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ അല്ല ഞാൻ ഭയക്കുന്നത്. ഞാൻ ഭയക്കുന്നത് ഒരു കിക്ക് ഒരു ദിവസം 10,000 തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെയാണ്. അതുപോലെ ഇവിടെ ഇസ്രായേലിന്റെ കയ്യിൽ പല പല ആയുധങ്ങൾ ഒരുപാടുണ്ട്. ഇറാന്റെ കയ്യിൽ വളരെ കുറച്ച് ആയുധങ്ങളേ ഉള്ളൂ. ഇസ്രായേലിന്റെ കയ്യിലുള്ള ആയുധങ്ങളും ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇറാന്റെ കയ്യിലുള്ളത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അത് പക്ഷെ 1, 2 അല്ല, ആയിരക്കണക്കിനുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്ന് വെച്ചാൽ ഉള്ള ഒരെണ്ണമാണെങ്കിലും അത് മാസ് പ്രൊഡക്ഷൻ നടത്തി വെച്ചിരിക്കുകയാണ്. അതും ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇതെടുത്ത് പ്രയോഗിക്കാം. ഇസ്രായേലിന്റെ കയ്യിൽ പല പല ആയുധങ്ങളുണ്ട്. പക്ഷെ ഓരോന്നും ലിമിറ്റഡ് ആണ്.
അപ്പൊ ഇതിൽ എത്ര എണ്ണം വർക്കാവും, എത്ര എണ്ണം വർക്കാവില്ല എന്ന് പോലും നമുക്കറിയില്ല. എന്ന് വെച്ചാൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് യുദ്ധത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. പക്ഷേ ഇറാന്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ്. പക്ഷെ ഈ ഉള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രത്യേകിച്ച് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ 5, 10, 20 ഒന്നും അല്ല, ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 500, 1000 ഒക്കെയാണ്. അപ്പൊ ഇത്രയും ബാലിസ്റ്റിക് മിസൈലുകൾ നിരന്തരമായിട്ട് ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഒരു ബാലിസ്റ്റിക് മിസൈലിനെ എങ്ങനെ തടയും? മറ്റൊരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ടേ തടയാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്രായേലിനും എന്ത് ചെയ്യാണ്? ഇതിന് ആനുപാതികമായിട്ട് ഓരോ മിസൈൽ ഇറാൻ അയക്കുമ്പോൾ അതിനെ തടയാൻ ഒരു മിസൈൽ അയക്കേണ്ടി വരികയാണ്. അപ്പൊ ഇവിടെ ഇറാന്റെ കയ്യിൽ ഇസ്രായേലിന്റെ കയ്യിൽ ഉള്ളതിനേക്കാൾ പല മടങ്ങ് മിസൈലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാനെ ഭയപ്പെടേണ്ടി വരും. കാരണം എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നതും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആയുധമാണ്. ഇപ്പൊ ഒരു രാജ്യത്തിന്റെ കയ്യിൽ എത്ര എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉണ്ടാവും? ഇപ്പോ താഡ് ആയിക്കോട്ടെ, പാട്രിയറ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു ബാറ്ററിയിൽ എത്ര മിസൈലുകൾ കാണും? അപ്പൊ ഇസ്രായേൽ ഉദാഹരണത്തിന് ഇറാൻ ഒരു 150, 200, 300 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ആണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഇറാന്റെ കയ്യിൽ ഒരു 500 ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടെന്ന് കരുതുക. സാങ്കല്പികമായ സിറ്റുവേഷൻ ആണ്. അപ്പോൾ 300 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചപ്പോൾ ആ 300 ഇസ്രായേൽ തടഞ്ഞു. പക്ഷെ പിന്നെ അയക്കുന്ന 200 മിസൈലുകൾ തടയാൻ ഇസ്രായേലിന്റെ കയ്യിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിടാൻ പോകുന്നത്. ഇപ്പൊ അമേരിക്ക കൂടി ഇസ്രായേലിനെ സഹായിക്കാൻ വരുന്നതും ഈ സാഹചര്യത്തിലാണ്. ഇറാൻ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇറാൻ ആ റീജിയണിൽ വേറെ ശത്രുക്കളൊന്നുമില്ല. ഏറ്റവും വലിയ ശത്രു ഇസ്രായേലാണ്. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഇസ്രായേലിന് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ പരിഹരിക്കാനാണ് ഇപ്പൊ നെതന്യാഹു ഭരണകൂടം അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.